മുഴുവൻ ശരീരവും നിറം വയ്ക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഫോർ സ്കിൻ വൈറ്റനിങ് ആൻഡ് ഡ്രൈ സ്കിൻ മാറാനും ഉള്ള ഒരു അടിപൊളി മെത്തേഡാണിത്. ഇത് ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ക്രീമാണ്. പല ബേസസ് ഞാൻ എടുക്കാറുണ്ട്. അലോവേര ജെല്ലും അതുപോലെ തന്നെ വേറെ ക്രീംസും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബേസായിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഈ കാണിക്കുന്നത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം മാത്രം മതി നമ്മുടെ ഡ്രൈ സ്കിൻ മാറ്റാനും സ്കിൻ നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. സോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതോടൊപ്പം എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുഖം മാത്രമല്ല, സ്കിൻ ഫുൾ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ് ഇത്. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യത്തില്ല, ബോഡി ക്രീം ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബോഡിയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തതെന്നും പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എംപ്റ്റി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. ഈ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് ഞാൻ ക്രീംസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. കാരണം ഇത്രയും കുഞ്ഞായിട്ട് എൻ്റെ കയ്യിൽ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബേസായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇപ്പോൾ ഞാൻ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. സാധാരണ ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ക്രീം യൂസ് ചെയ്യാറുണ്ട്. ബോഡി ക്രീമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്രീം ഏതെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്തപ്പോൾ നിവ്യയുടെ വേറൊരു ക്രീമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമുള്ള ബോഡി ലോഷൻ, അലോവേര ജെൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് സെറ്റ് ആവണം അങ്ങനത്തെ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്കിന്നിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത അലോവേര ജെൽ, ഇഷ്ടമുള്ള ബോഡി ലോഷൻ, ക്രീംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, ആക്ച്വലി ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചെറിയൊരു മോയ്സ്ചറൈസേഷൻ കിട്ടും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. കംപ്ലീറ്റ്ലി സ്കിൻ നന്നായിട്ട് നറിഷ് ആവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാരച്യൂട്ടിൻ്റെ തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഏത് നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിൽ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഒരു ഓയിൽ തിരഞ്ഞെടുക്കുക, അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെ ചേർത്തിട്ടില്ല. അത് പിന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് നല്ല ഒരു ക്രീം പോലെ ആക്കിയെടുക്കണം. കാര്യം അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ എണ്ണയും കൂടെ മിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഈ ഒരു കണ്ടെയ്നറില്ലേ, ഇതിൽ കുറച്ച് പൊങ്ങി താഴ്ന്നിട്ടൊക്കെയുള്ള ഒരു സർഫസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിൽ അങ്ങനെ ഇടയ്ക്ക് പോയിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് എടുത്ത് മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ 2 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതുപോലൊരു വൈറ്റ് കളറിൽ വരും. ഏത് അലോവേര ജെൽ എടുത്താലും അങ്ങനെ വരും കേട്ടോ. നമ്മുടെ നാച്ചുറൽ അലോവേര ജെല്ലാണെങ്കിൽ പോലും അങ്ങനെ വരും എന്നാണ് തോന്നുന്നത്. സാധാരണ ഞാൻ നാച്ചുറൽ അലോവേര ജെല്ലിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറില്ല. കാര്യം ഞാൻ കുറച്ചധികം ദിവസം വച്ചേക്കാനും റൂമിൽ വച്ചേക്കാനുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ അലോവേര ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. സോറി കേട്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല പല പക്ഷികളുടെയും ജീവികളുടെയും വ്യത്യസ്തമായ സൗണ്ട് കേൾക്കാം. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുങ്കുമാതി തൈലമാണ്. ഇത് എല്ലാവരുടെ കയ്യിലും കാണത്തില്ല എന്നെനിക്കറിയാം. ഇതാണ് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ദ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. നന്നായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇട്ട ഉടനെ മാജിക് പോലെ റിസൾട്ടൊന്നും കിട്ടത്തില്ല. പക്ഷേ ഗ്രാജുവലി നല്ല വ്യത്യാസം നമ്മുടെ സ്കിന്നിനുണ്ടാവും. അപ്പോൾ ഇത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കുങ്കുമാതി തൈലമാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റൊക്കെ തന്നെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിറ്റമിൻ ഇയുടെ ഓയിലാണ്. അതും സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ്. അത് കുറച്ചുകൂടെ തിക്കാണ്. ഭയങ്കരമായിട്ട് നമുക്ക് കട്ടി
കൃത്യമായിട്ട് മോയ്സ്ചറൈസേഷൻ തരും. പിന്നെ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ഇത്രയും ക്വാണ്ടിറ്റിക്കാണെങ്കിൽ ഒരേ ഒരു വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ കുങ്കുമാതി തൈലം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. കാര്യം നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പക്ഷെ അതൊന്നും എനിക്കങ്ങനെ എണ്ണി പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ക്രീമിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ, അതായത് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നമ്മുടെ കുങ്കുമാതി തൈലം മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് ആകുന്നുണ്ട് പെട്ടെന്ന്. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു കുഞ്ഞു ബോട്ടിലിൽ തന്നെ 500 എത്രയോ രൂപയുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. 1-2 ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. ഒരുപാടൊന്നും വേണമെന്നില്ല. ഞാനിത് മുഖത്ത് യൂസ് ചെയ്യാത്തത്, മുഖത്തിത് പെട്ടെന്ന് മുഖക്കുരു ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതൽ, ഹൈലി മോയ്സ്ചറൈസിങ്ങും നിറയെ എണ്ണമയമുള്ളതും ആണ്. അതുകൊണ്ടാണ് തോന്നുന്നു നന്നായിട്ട് സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. പക്ഷേ ബോഡിയിലാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട്. സോ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഒരു വെണ്ണയുടെ പോലത്തെ ടെക്സ്ചറിൽ, കളറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കുങ്കുമാതി തൈലത്തിന് നല്ല മഞ്ഞ കളറാണ്, ഡീപ്പായിട്ടുള്ള ഒരു യെല്ലോ ടിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കിന്നിൽ അതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. സ്കിന്നിൽ അതൊന്നും തന്നെ ഉണ്ടാവത്തില്ല. കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ സ്കിന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ചുണ്ടാക്കി ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ അടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും ഒരിക്കൽ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ക്രീം ബേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഷോർട്സിലാണെന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിൽ അപ്പോഴും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ പകൽ യൂസ് ചെയ്യേണ്ട, രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവുന്നതായിട്ടും നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ആകുന്നതായിട്ടും അറിയാനായിട്ട് പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കി വെച്ചതാണ്. ഈ സെയിം നിവ്യ സോഫ്റ്റിൻ്റെ ക്രീമിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ. അപ്പം അലോവേര ജെല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്രീമോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ ഒരു നീല ഡപ്പിയിൽ വരുന്ന ക്രീം ഉണ്ടല്ലോ, ഇത് കുറച്ച് വില കുറവാണ്, കമ്പാരിറ്റീവ്ലി വില കുറവാണ്. എന്നാൽ ഒട്ടും എക്സ്പെൻസീവ്, ഒട്ടും പൈസ ഇല്ല അങ്ങനെയല്ല, കുറച്ച് വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രീം തന്നെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അത്രയും നിങ്ങൾക്ക് ഓയിലിനസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ സ്കിപ്പ് ചെയ്തിട്ട് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കുങ്കുമാതി തൈലം മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിലിപ്പം കുങ്കുമാതി തൈലം വാങ്ങാനൊന്നും പറ്റത്തില്ല എന്നാണ് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. നമുക്ക് അലോവേര ജെല്ലും വിറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു ബോട്ടിൽ കുങ്കുമാതി തൈലം വാങ്ങാം. അപ്പോഴേക്കും ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും എല്ലാ സമയത്തും ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്നതും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ സംഘടിപ്പിക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമ്പോൾ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ ഗുണങ്ങൾ ഇത്ര മാത്രം ഉണ്ട്. നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് കരുതി വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് ഒട്ടും ഗുണമില്ല എന്നല്ല, നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിങ്ങനെ അത് ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് ഓൾട്ടർനേറ്റീവ്സും കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം, കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് സ്കിന്നിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡാവും, പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അതുകൊണ്ട് കുറച്ചെടുത്താലും നമുക്ക് ഫുൾ നമ്മുടെ ഒരുപാട് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് കയ്യിൽ, കൈമുട്ടിൽ, കാലിൽ, കാൽമുട്ടിൽ, കാൽപാദത്തിൽ, ഡ്രൈ സ്കിന്നായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറച്ചൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാനും എല്ലാ ദിവസവും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ഒരു റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മിസ്സായി പോയാൽ കുഴപ്പമില്ല,
വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേറെ കുരുക്കൾ, ചിലർക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ കുരുക്കൾ വരാറുണ്ടല്ലോ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മുട്ടിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഖത്ത് യൂസ് ചെയ്യേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് വേറൊരു ഓയിലുണ്ട്, നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതും കൂടെ ഒന്ന് കണ്ടു വെക്കുക. ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കാത്തത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഓക്കെ ആവില്ല. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, എനിക്ക് എണ്ണ തൊടുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ സ്കിന്നിന് ഇത്രയും നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇപ്പോൾ കുറച്ചായിട്ട് എണ്ണ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഞാനിപ്പോൾ ചെയ്തതുപോലെ. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കയ്യിലൊന്നും തന്നെ എണ്ണമയം ഉണ്ടാവുന്നില്ല. ചെറിയൊരു മോയ്സ്ചറൈസേഷനൊക്കെ ഉണ്ടാവും, അതൊന്നും സാരില്ല കേട്ടോ. അതൊന്നും അങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടൊന്നും തന്നെ തോന്നുന്നില്ല. അലോവേര ജെല്ലുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ DIY ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കൺസേണിനനുസരിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ക്രീം അതുപോലെ യൂസ് ചെയ്യുന്നതും ഇതുപോലെ കുറച്ചും കൂടെ ബെനിഫിഷ്യലാക്കി പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ യൂസ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ അടച്ച് സ്റ്റോർ ചെയ്യാം. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആ ഒരു ആഴ്ച മുഴുവനും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കൂടുതലോ കുറച്ചോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ വർക്കാവുന്ന അടിപൊളി ഒരു സംഭവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ വേറെ വീഡിയോസും ഒക്കെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.